സ്വാഗതം. ഞാൻ ഇന്നൊരു തലക്കറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നല്ല ചട്ടിയൊക്കെ നേരത്തെ വെച്ചതാ. അപ്പോഴാണ് വിചാരിച്ചത് വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന്. അങ്ങനെ എടുക്കുക. അപ്പം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടത്. വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ടത്. പച്ചമുളക് ഇട്ടത്. കൊച്ചുള്ളി ചതച്ചതായിട്ട് ഒരു 4 കഷ്ണം കൊച്ചുള്ളി ചതച്ചതാണ്. ഈ ഇരിക്കുന്ന മീന് വറക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കും കേട്ടോ. അത് വേറെ കറിക്കുള്ളത് മീനും തലേന്നുണ്ട്. നമുക്ക് നിങ്ങളുടെയൊക്കെ വേണ്ടി അടുത്ത് ചൂടുണ്ടോ? ഞങ്ങൾക്കൊക്കെ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലെന്നാ പറയുന്നത്. പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യ. എന്താ കരിയാപ്പില ഏകദേശം ഒന്ന് വരുമ്പോൾ നമുക്ക് അരപ്പൊടി എന്താ ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അരച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുളക് പൊടി നമ്മൾ പൊടിയായിട്ടിട്ട് വെക്കുന്നതിനേക്കാൾ ഇച്ചിരി ഒന്ന് കല്ലിലൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഗ്രേവിയുണ്ട് നമുക്ക്. ഞാനൊരു മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക്, ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം അയക്കണം. മല്ലിപ്പൊടി ഈ തലക്കറി വെക്കാന്ന് ഞാൻ 3 സ്പൂൺ മുളക് പൊടി എടുത്തേട്ടാ. നമുക്ക് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് എണ്ണ തെളിയുന്നിടം വരെ നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടോ. എപ്പോഴും ഇതണ്ട എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് വെച്ചതണ്ട ഇത് ചൂടുവെള്ളമാണിത്. ചൂടുവെള്ളമാണ് ഈ അരച്ച് വെച്ച ചൂടുവെള്ളം. തണുത്ത് ഒരുപാടൊന്നും ചൂടില്ല. തിളപ്പിച്ച് കുറച്ച് നേരമായി വെച്ചിട്ട് ഇത് നമുക്ക് അരച്ച ചാറിനകത്ത് ആ വെള്ളവും പെട്ടെന്ന് നമുക്കൊന്ന് യോജിപ്പിക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ. നമ്മൾ വെച്ചു. ഇനി നമുക്ക് ലേശം ഉപ്പിടാം. എനിക്ക് കയ്യ അളവ് കേട്ടോ. ഞാൻ സ്പൂണിലൊന്നും ഇടും. ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിളകായി എന്താ ഞാൻ ഈ 3 തന്നെ പുളി വേണ്ട. ഇത് പുളിയുള്ള മീനില്ല. എന്നാലും ഞാൻ 3 കഷ്ണം പുളി ഇട്ട്. ഇനി നമുക്ക് കഴുകിക്കൊണ്ട് വെച്ചിരിക്കുന്ന മീനും തലയും കൂടി ഇടാം. തലക്കറിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഓരോ തലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ആറ് ചൂര ഉണ്ടായിരുന്നു. അതിൽ 6 എണ്ണം എടുത്തില്ല. 3 ചൂര എടുത്ത്. തല 6 എണ്ണം എടുത്തു. ഇന്നുണ്ടോ. ഇനി നമുക്ക് മീനും ഉണ്ട്. ഇടയ്ക്ക് 2-3 കഷ്ണം മീനും കൂടെ ഉണ്ട്. നമുക്ക്
അരപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഇപ്പം നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് പറ്റി കറി ഇതായിട്ടുണ്ട്. ഇപ്പം ഞാൻ മെഴുക്കുവരട്ടിക്ക് അടുപ്പിൽ വെച്ച്. സാധാരണ എല്ലാവരും മെഴുക്കുവരട്ടി വെക്കുമ്പോൾ എണ്ണ ഒഴിച്ചല്ലേ, ഞാൻ ആദ്യം അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഞാൻ ഒരു നുള്ളു വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കും. കാരണം വെളിച്ചെണ്ണ അധികം ശരിയാവത്തില്ല. ഞാൻ അങ്ങനെയാണ് മെഴുക്കുവരട്ടി ആക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.